നമസ്കാരം, ഞാൻ ദിനേശ് സൗവർണിക. ഇന്നേ നമ്മൾ അടുത്തുള്ള, അതായത് വാളയാറ് കോങ്ങാമ്പാറ എന്നുള്ള സ്ഥലത്തുള്ളൊരു ചെണ്ടുമല്ലിത്തോട്ടം നോക്കാൻ വന്നതാട്ടോ. എന്താ വരാൻ കാരണം വെച്ചാല് അവര് വളരെ വൈകിട്ടാണ് തൈ വെച്ചത്. അപ്പോൾ ഒന്ന് ഇനി എന്ത് ചെയ്യണം, ഓണത്തിന്റെ സമയത്തേക്ക് പൂവിടുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇതില് ജൂൺ 11 തൈ വെക്കാനുള്ള പരിപാടി ആദ്യം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു. കാരണം അവിടെ കളകളൊക്കെ ആയിരുന്നു. അപ്പോൾ പാടം പാടല്ല, നിലാണ്, അത് പൂട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവർക്ക് ഇങ്ങനെ തോന്നി അങ്ങനെ ഒന്ന് ചെയ്താലോ എന്ന്. അത് വേറെ ആരോ തൈ മേടിക്കുന്ന അറിഞ്ഞപ്പോൾ അവരൊന്ന് ചോദിച്ചതാണ്. ഈ ടൈമിങ് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്നോട് അന്ന് ആദ്യ സമയത്ത് പറഞ്ഞപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ അവർ തൈ കൊണ്ടുവന്ന് വെച്ചതിന്റെ ശേഷമാണ് നമ്മളോട് പറയുന്നത്. ഏകദേശം ജൂൺ ലാസ്റ്റ് ജൂലൈ ഫസ്റ്റ് ഒക്കെ ആയിട്ടാണ്, ജൂലൈ ഫസ്റ്റും കഴിഞ്ഞു തോന്നുന്നു, ഒക്കെ ആയിട്ട് വെച്ച, വളരെ ലേറ്റായി വെച്ച തയ്യ. ഇപ്പോഴും ചില തൈ വളരെ ചെറുതാ. ഇതിലുള്ളൊരു വലിയ തയ്യാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. ഇവര് അടിവളയി ചാണകപ്പൊടിയും ആട്ടുംകാട്ടും മാത്രം ഇട്ടിട്ട് വെച്ചതാ. പിന്നെ വേറെ ഒന്നും കൊടുത്തില്ല. ഇതിൻ്റെ ഇടയിൽ ഒരു തവണ ഫാക്ടംബോസോ DAP ഏതോ ഒന്നിട്ടു. പിന്നെ കാര്യമായി ഒരു വളം കൊടുത്തിട്ടില്ല. ആ അടിവളം ഇട്ടതന്നെ. പിന്നെ മഴ അടുപ്പിച്ച് പെയ്തപ്പോൾ വെച്ചത് അതേപോലെ നിന്നു. പിന്നെ മഴ നിന്ന് 5 ദിവസം കൊണ്ട് ചെടി നല്ല ഉഷാറായി. എന്നാലും നമ്മളുടെ ആ ചെടികളിൽ അത്ര വലിപ്പം വന്നിട്ടില്ല, തലയെടുപ്പൊന്നും അത്ര ഇല്ല. ഇതില് നമുക്കിപ്പോ കൊമ്പൻ ജില്ലകളൊക്കെ ആയിട്ടേ കുറച്ചൊരു 5-8 കൊമ്പൻ ജില്ലകൾ വന്നിട്ടുണ്ട്. പക്ഷെ തലം 2 തവണയും മുറിക്കാത്തത് കൊണ്ട് കൊമ്പിനൊന്നും ബലമില്ല. പിന്നെ മുട്ട് വരാനുള്ള ഒരു ഇതില്ലേ, അത് നമുക്ക് കാണുമെന്ന് പറഞ്ഞില്ലേ, അതും ചുരുണ്ട് തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇങ്ങനൊരു അവസ്ഥയിലുള്ള ചെടീനെ ഇനി നമുക്കൊന്ന് ഉഷാറാക്കി എടുക്കണം. എന്തായാലും അവര് പറഞ്ഞത് അത്തത്തിന് പൂ പൊട്ടിക്കുന്ന തരത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതാ. അപ്പൊ ഇന്ന് വന്നിട്ട് ഞാൻ അതിന്റെ ഗൈഡൻസ് ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഈ ചെടിയും അത്തത്തിന് പൂവിടുന്ന തരത്തിലേക്ക് എത്തിക്കണം ഉണ്ടോ. നമുക്ക് പിന്നെ ഇല അങ്ങനെ ചെറുതായി മടങ്ങുന്നു എന്ന് പറയാം, പക്ഷെ എല്ലാ ചെടിയും ഒരേപോലെയല്ല. അതാണ് പ്രശ്നം. വളം ഒരേപോലെ പ്രയോഗിച്ചാൽ ഇപ്പൊ ചെറിയ ചെടിയൊക്കെ അതേപോലെ മുരടിച്ച് നിന്ന് പൂവിടും, പക്ഷെ പൂവ് കുറയും. അപ്പൊ ഇതിൽ ഇനി അവരോട് പറഞ്ഞിട്ടുള്ളത് ഒരു 2 തവണയും കൂടി ഫാക്ടംബോസും DAP കിട്ടുന്ന മണ്ണ് കൂട്ടി കൊടുക്കാനും 30-10, 13-27 ഒക്കെ ആപ്ലിക്കേഷൻ വന്നു. ഇന്നലെ വലിയ ചെടികൾക്ക് മാത്രമായിട്ട് 13-27 അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ആ ചെടികളുടെ അവസ്ഥ ഞാൻ ഒന്ന് കാണിച്ചു തരാം. പക്ഷെ എന്താണെന്നറിയോ, നല്ല ഭംഗിയിലാണ് വെച്ചില്ല. കുറച്ചുകൂടി മുന്നേ വെച്ച് വെച്ചാല് ഇപ്പൊ എല്ലാം മുട്ട് വന്ന് തുടങ്ങുന്ന സമയം. മുട്ട് നമുക്ക് 1-ാം തീയതി കണ്ടാൽ മതി കേട്ടോ. അത് നിങ്ങളോട് പറഞ്ഞു, 1-ാം തീയതി കണ്ടാൽ നമുക്ക് ഓണാവുമ്പോഴേക്കും വിരിഞ്ഞോളും. അപ്പോൾ ഇതിലെ വളപ്രയോഗമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ നമ്മൾ വീഡിയോയിൽ പറയുന്ന പോലെയല്ല, വളപ്രയോഗമല്ല, മാറ്റി കൊടുക്കണം. കാരണം എന്താ വെച്ചാലേ വളരെ ലേറ്റായി വെച്ചതല്ലേ. അതില് പിന്നെ ഒരു ഗുണമുണ്ട് ഇവിടെ കേട്ടോ. ഒരു മഴച്ചാറിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത വളല്ലേ, നിലത്തൊക്കെ ഇട്ട വളം, അത് ചെടി വേഗം വലിച്ചു കഴിഞ്ഞാൽ പിന്നെ 3 ദിവസം 4 ദിവസം മഴ ഇല്ലാത്ത അവസ്ഥ. അപ്പൊ അത് ചെടി ആ മഴ ഇല്ലാത്ത അവസ്ഥയിലാണ് പെട്ടെന്ന് വളരുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏലയമ കൊടു. ഇവര് നമ്മളെ സിസ്റ്റത്തിലല്ല പോയിട്ടുള്ളത്. ഇന്നലെ വന്നിട്ടാണ് ഞാൻ അതൊന്ന് പറഞ്ഞു കൊടുത്തത്. എന്തായാലും ഇത് നമുക്ക് പൂടിപ്പിക്കാൻ നോക്കണം. മാക്സിമം അത്തത്തിന് കിട്ടിയില്ലെങ്കിലും അത് കഴിഞ്ഞിട്ടെങ്കിലും നല്ല ഓണത്തിനോട് അടുപ്പിച്ചെങ്കിലും പൂവിടണം. ഇവിടെ വിപണിക്ക് പ്രശ്നമില്ല കേട്ടോ. ഈ പ്ലോട്ടിന്റെ നേരെ മുന്നിൽ റോഡാ, വേലന്താവളത്തേക്ക് പോണ ചെറിയ റോഡാണ്. പക്ഷെ ഇഷ്ടംപോലെ കമ്പനി വണ്ടികൾ ഇതിലെങ്ങനെ പോകും. അപ്പൊ ആ സമയത്ത് ഈ തോട്ടം ചെറുതായിട്ട് കാണാനും പറ്റും. പിന്നെ പൊട്ടിച്ച് റോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ വിൽക്കാനും പറ്റും. ഇതൊക്കെ ഇതിന്റെ പ്രത്യേകതകളാണ് ഈ സ്ഥലത്തിന്റെ. അപ്പൊ അടുത്ത കൊല്ലം അവർ പറഞ്ഞു ഇനി അടുത്ത കൊല്ലം കൃത്യസമയത്ത് തന്നെ വെക്കാൻ. റിസ്ക് ഇല്ല. ഇത് ഈ തല മുറിക്കാത്തോണ്ടേ ബ്രാഞ്ചും കുറവാണ്, പിന്നെ പൂവുണ്ടാവലിന്റെ അളവും കുറയില്ലേ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഇങ്ങനത്തെ തോട്ടങ്ങളൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, കൃത്യസമയത്ത് തന്നെ വെച്ച് പിടിപ്പിക്കുക. നമുക്ക് റിസ്ക് ഇല്ലല്ലോ. പിന്നെ ചൂടുള്ളത് കൊണ്ട് ഇപ്പൊ ഇവിടുത്തെ ഈ കാലാവസ്ഥ പറയും, ഇവിടെ ചൂടുള്ളത് കൊണ്ട് വളരെ വേഗത്തിൽ വളരും കേട്ടോ. ഒരു ദിവസം മഴ കിട്ടിയിട്ട് ആ വളം വലിച്ചാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം വെയിൽ കിട്ടിയാൽ മതി, ചെടി പൊന്തും. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ കാര്യമായ കീടബാധ ഇല്ല. ഒരു തവണ അവര് ഈ വേരുതീനിപ്പുഴുവിന്റെ മരുന്ന് കഴിഞ്ഞ ദിവസം കൊടുത്തു എന്ന് പറഞ്ഞു. ഇത് പൂട്ടാലുള്ള ഭംഗി. അപ്പൊ ഇതിൽ ഞാൻ അവരോട് പറഞ്ഞുള്ളൂ, 2 സീറ്റൊക്കെ കൊണ്ടിട്ടിട്ട് ഒരു ഫോട്ടോ ഷൂട്ടിന്റെ പോയിന്റ് പോലെ ഉണ്ടാക്കി വെച്ചാല് ആളുകൾ വിസിറ്റ് ചെയ്യാൻ വരികയും ഒക്കെ ചെയ്യും. ഓണായാലും ഓണം കഴിഞ്ഞാലും. അപ്പൊ ഇത് ഇങ്ങനെ ഭംഗിയിൽ നടുമ്പോ
അതിൻ്റെതായ ഔട്ട്പുട്ട് കിട്ടും ചെയ്യട്ടോ. പിന്നെ ഇത് അകലം കുറച്ച് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. തല മുറിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ വീണ്ടും അവരോട് പറഞ്ഞു, ഓർമ്മിപ്പിച്ചു. അപ്പോൾ നല്ല രീതിയിലുള്ള ഈ വളപ്രയോഗം കൃത്യസമയത്ത് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഉഷാറാവുമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ജിബർലിക് ആസിഡ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത്, അത് എവിടെയും കിട്ടാൻ നിങ്ങൾ ആദ്യം തന്നെ ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങാനുള്ള ശ്രമം നടത്തട്ടോ. ഷോപ്പുകളിൽ ജിബർലിക് ആസിഡ് മാത്രമല്ല, അത് വളർച്ചയ്ക്കും പൂവിടാനും ഗ്രോത്തിനും ഒക്കെ ഉപയോഗിക്കാം. മെയിനായിട്ട് പൂവിടാനുള്ള പറയുക. ഇനി അതൊന്നും ഇല്ലെങ്കിലും പൊട്ടാസ്യത്തിൻ്റെ ഇനിയിപ്പോൾ ഇവർ പറയില്ലേ 13, 27, 27 ഒരു തവണ അടിച്ചു എന്ന്, ഇനി ഒരു തവണയും കൂടി ഞാൻ 0.45 അല്ലെങ്കിൽ ഇതേ സെയിം സാധനം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലെന്താ പറയുക, ഇപ്പൊ പൊട്ടാഷ്യം കൂടുതൽ കൊടുത്താലേ ചെറിയ ചെടികൾ കുറേ ഉണ്ട്, അത് അതേപോലെ മുരടിച്ച് നിൽക്കും. ഞാൻ പറയല്ലേ മാർക്കറ്റ് പ്രശ്നം വരാത്ത, ഓണം കഴിഞ്ഞാലും ഈ ഭാഗത്ത് നല്ല മാർക്കറ്റാ. കാരണം എന്താ വെച്ചാല് കോയമ്പത്തൂർ മാർക്കറ്റ് അടുത്താണ്. അതുപോലെ ഇവിടെ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾക്കൊക്കെ എപ്പോഴും ആളുകൾ വന്ന് പൂവ് ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് മാർക്കറ്റിന് വലിയൊരു പ്രശ്നമില്ല, ഓണത്തിന്റെ പോലത്തെ റേറ്റ് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ വഴി ആരെങ്കിലും പാലക്കാട് റൂട്ടിലൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിലേ വലിയൊരു കാണാനുള്ള രൂപത്തിലുള്ള തോട്ടം എന്ന് പറയാൻ വയ്യാട്ടോ, വളർച്ചയൊന്നും ആയിട്ടില്ല. എന്നാലും ചില ചെടികൾ വളർച്ചയായി തുടങ്ങിയ തോട്ടാണ് ഇത്. ഇവിടുത്തെ നമ്മൾ മുന്നേ മാവിൻ തോട്ടത്തിന്റെ വീഡിയോ ഒക്കെ എടുത്ത വീട്ടിലത്തെ കുട്ടികളും അവരുടെ പേരൻസും കൂടി ചെയ്യണം കേട്ടോ. അവര് ഒഴിവ് സമയങ്ങളിലെല്ലാം ഇതിന്റെ പ്രവർത്തനമാണ്. ഒരാൾ +2-നും ഒരാൾ 8ാം ക്ലാസ്സിലും പഠിക്കുന്നത്, പാലക്കാട്ടുകാരാണ്. അപ്പൊ എന്തായാലും ഇത് ഗംഭീരമാക്കാൻ ഞാനും ശ്രമിക്കും. അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ ശ്രദ്ധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അസുഖങ്ങൾ കുറഞ്ഞുകൊണ്ട് നല്ല മെച്ചം കിട്ടുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു.